ഹലോ, ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? എന്നോട് കുറച്ച് പേരൊക്കെ നല്ല പുതിയ വീടൊക്കെ വെച്ചിട്ടുള്ളവരും പഴയ വീട് പുതുക്കിയെടുത്തവരും അതല്ലാതുള്ളവരും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കിച്ചണൊക്കെ സിങ്കുവിന് കാണിക്കാൻ വയ്യ വീഡിയോയിലൂടെ എന്നുള്ള എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അപ്പം എൻ്റെ വീട്ടിലൊരു ദിവസം വന്നിട്ട് കിച്ചണൊക്കെ എടുത്ത് വീഡിയോ ഇടാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് കൊള്ളാലോ എന്നോർത്ത്. എല്ലാവർക്കും കിച്ചണൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് ഞാൻ വീഡിയോ പിടിച്ചിടാം കേട്ടോ. കുറേ പേര് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയ കിട്ടുമല്ലോ. വേണമെങ്കിൽ നാളെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ പോലും ഇപ്പം എൻ്റെ വീഡിയോ കൂടെ കണ്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പരസ്യം പോലെ ആയിരിക്കും, ഒരു ആകർഷണമായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ കിച്ചൺ ഉണ്ടെങ്കിൽ കാണിച്ചാൽ ഞാൻ വരാം കേട്ടോ, വന്ന് വീഡിയോ എടുത്തിടാവേ. അങ്ങനെ 1-2 പേര് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ എറണാകുളത്തെത്തിയിട്ട് വരാമെന്ന് പറഞ്ഞ്. അത് ഫ്ലാറ്റിലേക്കൊക്കെയാണ്. അങ്ങനെ വീടോ വില്ലയോ അങ്ങനെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമുണ്ടെന്നെങ്കിൽ ആരെങ്കിലും എന്നെ ക്ഷണിച്ചാൽ ഞാൻ വരാം. വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് എൻ്റെ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അത് നിങ്ങൾക്കൊരു ഓർമ്മയും ഒരു സന്തോഷം. നമ്മുടെ വീട്, എല്ലാവർക്കും വീടൊരു സ്വപ്നമാണ് അല്ലേ. വീടൊരു സ്വപ്നമാണ്, സ്വപ്ന ഭവനമാണ് എല്ലാവരുടെയും. അപ്പം അതങ്ങനെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത്, മറ്റൊരാളുടെ വീഡിയോയിലൂടെ നമ്മുടെ വീടിനെ കണ്ട് ആസ്വദിക്കുന്നത്, അങ്ങനെ ഇഷ്ടമുള്ള എല്ലാവരും കാണത്തില്ലേ. എനിക്ക് പോലും പല്ലേ, ഞാൻ വീടിനെ കണ്ടാൽ എപ്പോഴും ഇങ്ങനെ കണ്ടെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര നമുക്ക് നല്ല അടുക്കള, നല്ല പൂജാമുറി, നല്ലൊരു ഗാർഡൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നോക്കി പോകത്തില്ലേ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും കേട്ടോ. ആരെങ്കിലും ക്ഷണിച്ചാൽ ഞാൻ വരാവേ, വന്ന് വീഡിയോ പിടിക്കുക. നിങ്ങളുടെ ഒരു സൗകര്യം അനുസരിച്ചുള്ള ദിവസം എനിക്ക് തന്നാൽ മതി. ഞാൻ എന്തായാലും നാട്ടിൽ വന്ന ഒരു 10 ദിവസമൊക്കെ കാണുമായിരിക്കും. 10-15 ദിവസം കാണുമായിരിക്കും തോന്നുന്നറിയാൻ വയ്യ. അപ്പം 15 ദിവസം ഞാൻ അതിമോഹത്തിൽ പറയുന്നതാണ്. അപ്പോൾ അപ്പോൾ നോക്കാം കേട്ടോ. അങ്ങനെയുള്ളവർ എന്നെ വിളിക്കണേ. കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഇനിയും ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡെയിലി എനിക്ക് ഓരോന്ന് ഇടാമല്ലോ. അത് നല്ല അവിടെ വരുമ്പോഴും അത് എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഇഷ്ടമാണ്. എല്ലാവർക്കും അത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറയണം, ഞാൻ വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെന്താ പറയാനുള്ളത്, കല്യാണക്കാര്യങ്ങൾ എല്ലാവരും കൊണ്ടുവരണം കേട്ടോ. സ്ത്രീധന മോഹികളായ ആളുകളൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ വളരെ നല്ലൊരു പെൺകുട്ടിയെ മതി എന്നുള്ള മനോഭാവത്തിലുള്ളവരാണ്. പിന്നത്തെ ഒരു കാര്യം പറയാനുള്ളത്, ജാതകം നോക്കുന്നത് കൊണ്ട് കുറേ കല്യാണങ്ങൾ നീണ്ടു പോകുന്നുണ്ട്. 37 വയസ്സ് കഴിഞ്ഞൊരു ജാതകം നോക്കുന്നത് പ്ലേസ് ഒന്ന് ജാതകം നോക്കുന്നത് കുറച്ച് കല്യാണമൊക്കെ നടക്കട്ടെ. ഓവർ ജാതകം നിങ്ങൾ നോക്കരുത് എന്നൊക്കെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കല്യാണം നടക്കട്ടെ. പിന്നെ ഞാനീ പറഞ്ഞ കണക്ക് ഇപ്പോൾ സെക്കൻഡ് മാരേജും ഫസ്റ്റ് മാരേജും ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എത്രയും പെട്ടെന്ന് മാച്ച്. ഞാനിപ്പോൾ ഇന്നലെയൊക്കെ ഞാനൊരു മാച്ച് കൊടുത്തിട്ട്, ഇന്നലെയല്ലേ കഴിഞ്ഞ ആഴ്ച ഒരു മാച്ചൊക്കെ 1-2 പേർക്ക് മാച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ ഒരു പെണ്ണ് കാണലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. അവർ ഇവിടെ നിന്ന് ദുബായിൽ നാട്ടിൽ പോയിട്ടുണ്ട്. ദൈവമേ എല്ലാം സക്സസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യം എല്ലായിടത്തും ശരിയാകട്ടെ. കല്യാണം ഒരു ഭാഗ്യമാണ് അല്ലേ. വേഗം ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കളും പ്രാർത്ഥനയോടുകൂടി വേണം ഓരോ കല്യാണങ്ങളും എനിക്ക് തരാൻ. വേഗം എൻ്റെ കയ്യിൽ നിന്ന് നടക്കണേ എന്നല്ല, ഒരുത്തർ പ്രാർത്ഥിച്ച് ഭഗവാനെ ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചിരിക്കുന്നതൊക്കെ ഓരോരുത്തർ തരുന്നത്, എൻ്റെ അടുത്ത് കൊണ്ട് തരുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരാളെ കൊടുക്കണം, ഒരു ദീർഘസുമംഗലിയായിട്ടിരിക്കണം എന്നുള്ളൊരു മനോഭാവം തന്നെയാണ് എനിക്കും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, ഞാൻ അങ്ങോട്ട് പോകാൻ എല്ലാം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ്. രാജഗോപാലൻ വരുന്നുണ്ട്, അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമ്മൾ കല്യാണമൊക്കെ വന്നാൽ ഞാൻ പോകും, നാട്ടിൽ കല്യാണം വന്നാൽ ഉറപ്പായിട്ട് പോകും. എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കൊടുത്ത ആലോചനയാണെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടാണെങ്കിലും പോകും, ഉറപ്പായ കാര്യമാണ്. ഞാൻ എന്തായാലും ആദ്യത്തെ കല്യാണത്തിന് എന്തായാലും പങ്കെടുത്തിരിക്കും. ആദ്യം ആരായിരിക്കുമല്ലോ എൻ്റെ ഇതിലൂടെ കല്യാണം നടത്താൻ പോകുന്നവർക്ക് ഞാനായിട്ട് അങ്ങോട്ടൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. കാരണം നമ്മളൊരു പവിത്രമായൊരു കാര്യം ചെയ്യുന്നതാണ്. എനിക്കവരെ കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. നല്ല ദമ്പതിയായിട്ട് എങ്ങനെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞൊരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നുണ്ട്. എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മൾ ലൈഫിൽ വിവാഹ ജീവിതത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത് പണവും സമ്പത്തും ഒന്നുമല്ല ചക്കരകളെ. ഒരു റൊമാൻറ്റിക് മൈൻഡാണ് വേണ്ടത്. 2 പേർക്കും സ്നേഹം. നമ്മുടെ പങ്കാളിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനെയും കൂടെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ളൊരു പ്രേമമായിരിക്കണം നമുക്കുണ്ടാകുന്നത്. സ്നേഹം
കേട്ടാ. ലോകത്ത് പ്രേമമില്ലാത്തവന് ഈ ജീവിതം ഒരു മരുഭൂമി പോലെയായി പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പരസ്പരം പ്രേമം, നമ്മുടെ പങ്കാളിയുടെ പ്രേമം നമുക്ക് തിരിച്ചറിയാനും പറ്റണം, കണ്ണുകളിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റണം. നമ്മുടെ ജീവിത പങ്കാളിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രേമം തോന്നണം എപ്പോഴും. അത് കൂടിക്കൊണ്ടേയിരിക്കാവുള്ളൂ. വയസ്സ് കൂടുന്തോറും നമ്മൾ അവരെ കൂടുതൽ അടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. ആഴത്തിൽ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെയുള്ള ദമ്പതികളാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് നോക്കാൻ പോലും തോന്നില്ല. ഭയങ്കര ഈടുറ്റ ബന്ധങ്ങൾ വിവാഹ ജീവിതത്തിലുണ്ടാവും. എന്ത് കുറവുണ്ടെങ്കിലും പറഞ്ഞില്ലേ, ഒന്നുമില്ല ഇനിക്കാടത്തിനെ കിടന്നാൽ അവിടെയും പിന്നെ സ്വരുമയുണ്ടേ ഒലക്കപ്പുറത്തു എന്ന് പറഞ്ഞ കണക്ക് ഭാര്യയും ഭർത്താവും ഒരു കൈ എന്താ ഒരു മനം ഒരു മെയ് എന്നൊക്കെ പറഞ്ഞ പോലെ ജീവിക്കാൻ പറ്റും. മനസ്സിലായി. ഏറ്റവും മനോഹരമായ ബന്ധമായിരിക്കും. ഈ പറയുന്ന കണക്ക് കുട്ടികളൊക്കെ പേടിച്ച് കല്യാണം കഴിക്കാതിരിക്കുന്നില്ല. ഒരു കാലത്ത് അവർ വിചാരിക്കും, ദൈവമേ ഇച്ചിരി റിസ്ക് എടുത്താണല്ലോ ഒരു കല്യാണം കഴിക്കേണ്ടായിരുന്നു, അബദ്ധമായിപ്പോയി. ഏകാന്തത, ഒറ്റപ്പെടൽ വന്നു നമ്മളെ മൂടും. ഉറപ്പായ കാര്യം അന്നേരം ആരും നമുക്ക് കാണത്തില്ല. ഒരു ഓർമ്മപ്പെടുത്തില്ല ഇത് കല്യാണം കഴിക്കാതിരിക്കുന്നവരോട്. തീർച്ചയായിട്ടും നമുക്ക് ഭർത്താവും മക്കളും കുടുംബവും നമ്മുടെ വംശപാരമ്പര്യമൊക്കെ ഉള്ളത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ബാക്കിൽ ആരും കാണത്തില്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ ഒരു ടെൻഷൻ വരും കേട്ടാ. നമ്മളെ കാത്തിരിക്കുന്നൊരു കുടുംബം എപ്പോഴും നമുക്കുള്ളതാണ് എപ്പോഴും നല്ലത്. ഇടിയാണെങ്കിലും വഴക്കാണെങ്കിലും പിണക്കമാണെങ്കിലും ഒക്കെ അത് അത്ര മനോഹരമാണ് ആ ബന്ധത്തിന്. ഇച്ചിരി കഴിയുമ്പോൾ എല്ലാം മാറും. മനോഭാവം മാറുന്നതനുസരിച്ച് വഴക്കും പിണക്കവും എല്ലാം മാറും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലായ? അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ. ഇപ്പം ഞാനൊരു വിവാഹം കഴിച്ചതിൽ ഫെയിലായി, ഞാൻ അവിടെ കിടന്നില്ല. അതിൽ നിന്ന് മാറി എനിക്ക് പറ്റിയൊരാളെ ഞാൻ കണ്ടെത്തി ഞാൻ നന്നായിട്ടൊരു ജീവിതം നയിക്കുകയാണ്. അല്ലേ ഞാനവിടെ ആ വീണ് ആ പൂണ്ട് ആ ചെളിയിൽ ആണ്ട് പോകത്തില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഒരു നല്ല ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് എനിക്കൊരു ജീവിതം കിട്ടി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിവർന്നിരിക്കാൻ പറ്റുന്നത്. ധൈര്യം എൻ്റെ പങ്കാളി തരുന്ന സ്നേഹവും സപ്പോർട്ടും കരുത്തുമാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഇങ്ങനൊരു മേഖലയിൽ വന്ന് ധൈര്യപൂർവ്വം ഇങ്ങനൊരു കാര്യത്തിൽ ഇടപെട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായി? അപ്പം ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്ത്രീക്കൊരു പുരുഷന് സ്ത്രീയുടെയും താങ്ങ് അത്യന്താപേക്ഷിതമായി ആവശ്യമായ കാര്യം തന്നെയാണ്. നല്ല കൂട്ടായിരിക്കണം, സുഹൃത്തായിരിക്കണം. നമ്മുടെ പരസ്പരം പങ്കാളി തമ്മിൽ ഒരു രഹസ്യവും പാടില്ല. നമുക്കൊരു സങ്കടവും ദുഃഖവും വന്ന് ആദ്യം ഓടി വന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ഭാര്യയോടായിരിക്കണം. അതുപോലെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ ആയിരിക്കണം. ആദ്യം നമ്മുടെ ഭർത്താവിനോട് പറയാൻ പറ്റണം എന്ത് രഹസ്യവും. അതാണ് അങ്ങനത്തെ സ്നേഹം. ഊഷ്മളതയുള്ള പ്രേമങ്ങളുണ്ടാകട്ടെ, ഊർജം നിറഞ്ഞതുണ്ടാകട്ടെ, എല്ലാവരുടെയും മനസ്സിൽ അങ്ങനത്തെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് പ്രേമം ഇന്നൊരു പയ്യനോട് ഞാൻ ചോദിച്ചേ, അവനെ കാണാൻ നല്ല സുന്ദരനെ. അപ്പോൾ അവൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് 2-3 പേര് റിജക്റ്റ് ചെയ്ത്. അപ്പോൾ ഒരു കൊച്ചിനോട് ഞാൻ ചോദിച്ചേ, മോളെ എന്താ മോളെ അത്ര നല്ലൊരു മിടുക്കൻ പയ്യനല്ലേ നീ റിജക്റ്റ് ചെയ്ത്? അപ്പോൾ അവളെന്നോട് പറയാം, എൻ്റെ ആൻറ്റി അവൻ സുന്ദരനാണ്, പക്ഷെ എനിക്ക് അത്ര സൗന്ദര്യമില്ലാത്തതുകൊണ്ട് അവനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താ, ഇനി അവനെയും കൊണ്ട് ഞാൻ നടക്കുമ്പോൾ വേറെ പെണ്ണുങ്ങൾ അവനെ നോക്കുമോ? എൻ്റെ ദൈവമേ, എനിക്ക് സത്യം പറഞ്ഞാൽ രാവിലെ ഒരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. എനിക്ക് ഈ ശ്വാസം മുട്ടലിൻ്റെ ഒരു അസുഖമുള്ളതാണ്. എനിക്ക് അന്നേരം പോലും ചിരിയായിരുന്നു. ഞാൻ ഈ ഒരു കോമഡി ഞാൻ ആദ്യം കേൾക്കും. എന്നിട്ട് വേർത്തെ അവൻ നല്ല സുന്ദരനാണേ. എന്നിട്ട് അവനൊരു ഒരു ഗുണ്ടനെ പോലെ വേഷത്തിൽ നിന്നാണ് ഡ്രസ്സ് ഇട്ട് തരുന്നത്. അപ്പം ഞാനോർത്ത്, ഇവനെ ആരിഷ്ടപ്പെടും ഈശ്വര, ഇവനൊരു ഗുണ്ടനെ പോലെ ഇടിക്കാൻ നിൽക്കുന്നതൊക്കെ അത് ഞാൻ അവൻ്റെ അമ്മയോട് പറഞ്ഞ്, ചേച്ചി ഇവനോട് ഈ ഡ്രസ്സൊന്ന് മാറി സ്ഥലം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പം പിന്നെ അവർ പറഞ്ഞു കേട്ടോണ്ട് മോൻ വേറെ സ്ഥലത്ത് മാറിയിരുന്നു, ഒരു നല്ല സ്ഥലത്ത് മാറിയിരുന്നു, നല്ലൊരു ഫോട്ടോ, ആ ലുക്കൊക്കെ മാറി വേറൊരു ഫോട്ടോ എടുത്തു. അയ്യോ അപ്പോൾ നല്ല സുന്ദരനവൻ. ഞാൻ പറഞ്ഞ ആദ്യത്തെ ആൾ തന്നെയാണ് ഈ ആൾ എന്ന് പറഞ്ഞ കണക്ക്. അപ്പോൾ എത്ര പേര് റിജക്റ്റ് ചെയ്തു. ഈ റിജക്റ്റ് ചെയ്തവർക്ക് ഞാൻ അവൻ്റെ ഫോട്ടോ വീണ്ടും ഇട്ടുകൊടുത്തപ്പോൾ അത് സെലക്ട് ചെയ്തു. എനിക്കും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ചക്കരകളെ ദയവായി ഒന്ന് ഡ്രസ്സിൽ ശ്രദ്ധിക്കണം. അതായത് 30 വയസ്സുകാരൻ വരുന്നത് 45 വയസ്സുകാരൻ്റെ ഡ്രസ്സും ഒരു വല്യപ്പൻ ലുക്കിൽ കേട്ട് വരും. നല്ല കൊച്ചു പിള്ളേരാണ്. അപ്പോൾ ഇവളുമാർ കണ്ടിട്ട് ഇത് റിജക്റ്റ് ചെയ്യുവാണ്. നമ്മുടെ പിള്ളേർ പെൺകുട്ടികൾ റിജക്റ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് എൻ്റെ ചക്കരകളെ അവൻ ഭയങ്കര ചിരി എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട്, കുഞ്ഞെ നിന്നെ റിജക്റ്റ് ചെയ്തതാണ് ഇവൾ ആദ്യം. എന്നിട്ട് ഇവളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കും. ആണോ ആൻറ്റി?
അങ്ങനെ തന്നെ അത് സെറ്റായി, ഒരു കല്യാണം സെറ്റായി. അത് ഇപ്പോൾ വേറെ 1-2 സെറ്റായി വരുന്നു. എല്ലാവരും പ്രാർത്ഥന എടുത്തോ നമ്മുടെ മാരേജ് ഇവരുള്ള എല്ലാവർക്കും പെണ്ണും പിന്നെ ലേറ്റായി പോയവർക്ക് കല്യാണം നടക്കാൻ ഭയങ്കര അവർക്ക് മാച്ച് കിട്ടാൻ വരെ പാടെന്നല്ലേ. ഏജുള്ള പെൺകുട്ടികൾ വരുന്നില്ല. ഇപ്പോൾ ചിലർക്ക് വരുന്നതൊക്കെ കുട്ടികളുള്ളവരാണ് വരുന്നത്. അപ്പോൾ കുട്ടികളുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കുഞ്ഞുള്ളവർ ഈ ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു തെമ്മാടി കല്യാണം ചെയ്തിട്ട് ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്തങ്ങ് പോയി, ഒരു പെൺകുട്ടി ആ കുഞ്ഞിനെയും കൊണ്ട് ജീവിത വഴിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കും, എന്ത് ചെയ്യണമെന്നറിയാതെ. അങ്ങനെ ഒരാൾക്ക് നമ്മുടെ വൈകിയ വേളയിലൊരു ജീവിതമാണ് 37 വയസ്സിന് ശേഷം നിൽക്കുമ്പോൾ. അങ്ങനെ ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിന് ഒരു ജീവിതം കൊടുക്കാൻ വയ്യേ? അത് നല്ലൊരു കാര്യമല്ലേ, നല്ലൊരു കർമ്മമല്ലേ? അതിന് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളൊക്കെ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ, അച്ഛനില്ലാതെ ജീവിക്കുന്ന ഒരു കൊച്ചിന് അച്ഛനായതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകണം? ഏറ്റവും നല്ല അനുഗ്രഹം ദൈവഭാഗത്ത് നിന്ന് കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുഞ്ഞുണ്ടാകും, നമ്മൾക്ക് വീണ്ടും ഒരു കുഞ്ഞും കൂടെ ഉണ്ടാകുമ്പോൾ ഒരമ്മ പ്രസവിച്ചാകുമ്പോൾ അവരിത് പ്രശ്നം ഉണ്ടാകത്തില്ല. അതേസമയം 2 അമ്മ പ്രസവിച്ച മക്കളാണ് എപ്പോഴും ഇച്ചിരി പ്രശ്നം ഉണ്ടായിരിക്കും, ഒരിച്ചിരി പരസ്പരം ധാരണ ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ ഒരമ്മ പ്രസവിച്ച മക്കളാകുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായേ? അപ്പം അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്ന ഒരു പുണ്യപ്രവൃത്തി കൂടിയാണ്. ഞാനിതിൽ നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് തരികട്ടെ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എത്രയോ പേര്, ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. അതിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന അത് കൊണ്ടാണ് പറഞ്ഞത്. വീണാസ് കറി വേൾഡിൽ, എൻ്റെത് ഞാൻ പറയുന്നില്ല, എൻ്റെ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാമല്ലോ. വീണാസ് കറി വേൾഡിൽ വീണ ആദ്യം വിവാഹം കഴിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് രണ്ടാമത് വീണയുടെ ജാൻ കല്യാണം കഴിക്കുന്നതല്ലേ, ഫസ്റ്റ് വിവാഹമല്ലേ അത്. വീണയ്ക്ക് ആദ്യം ഒരു മോനുണ്ടെങ്കിൽ പോലും രണ്ടാമതൊരു കുഞ്ഞും കൂടെ ഉണ്ടായി. അവരെന്തൊരു ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നത്. ഒരു പുണ്യപ്രവൃത്തിയല്ലേ വീണയുടെ ഹസ്ബൻഡ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, എന്ത് വലിയൊരു അടിപൊളി കാര്യമാണത്. എന്നിട്ട് അവർ എന്ത് സുഖമായിട്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതാണ് മനപ്പൊരുത്തമാണ് ഏറ്റവും വലുത്. ഒരു കുഞ്ഞുള്ളതൊന്നും ഒരു കുറവായി കാണാതെ ഒരു കുഞ്ഞുള്ള സ്ത്രീക്ക് ഒരു ജീവിതം കൊടുക്കുന്ന ഒരു പുണ്യപ്രവൃത്തിയും കൂടിയാണ്. നമുക്ക് നല്ലൊരു പങ്കാളി. അപ്പോൾ ആ സ്ത്രീക്ക് എത്ര സ്നേഹവും ബഹുമാനവും നിങ്ങളോട് തോന്നും. ഒരു സ്ത്രീയുടെ ജീവിതം നിങ്ങളുടെ കാൽച്ചുവട്ടി വെച്ചായിരിക്കും ജീവിക്കുന്നത്. കാരണം വിവാഹം കഴിക്കാത്ത നിങ്ങൾ ആ സ്ത്രീയുടെ കുഞ്ഞിനെയും കൂടെ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന, അതിന് സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആണുങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ എൻ്റെ മകൻ ഇത്ര വയസ്സായാലും മറ്റൊരാളുടെ കുട്ടിയുള്ള ഒരാളെ ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇതൊരു മാരേജ് ബ്യൂറോയിലും പറയാത്ത കാര്യമാണ് ഞാനിത് പറയുന്നത്. എനിക്കിത് പറയാൻ ഒരു ഗട്ട്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെ എല്ലാവർക്കും പറയാൻ എനിക്ക് പറയാൻ ധൈര്യമുള്ളൊരു സ്ത്രീയാണ്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ജീവിത മുഹൂർത്തങ്ങളിലൂടെ കടന്നു വന്ന അനുഭവ സമ്പത്തുള്ള ഒരു സ്ത്രീയായത്. എൻ്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടു നോക്കണം, പുതിയതായിട്ട് കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ സമൂഹത്തിൽ നല്ലൊരു സന്ദേശമാണ് അതിലൂടെ കൊടുക്കുന്നത്. മനസ്സിലായേ? നമ്മൾ സമൂഹത്തിനൊരു നന്മയാണ് ചെയ്യുന്നത്. ഒരു അച്ഛനില്ലാത്ത കുട്ടിക്ക് ഒരു സൽക്കർമ്മമാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തൊരു സ്ത്രീക്കൊരു ജീവിതം കൊടുക്കുമ്പോൾ അവളുടെ കുറവുകളായിരിക്കാതെ, ഒരു കുഞ്ഞുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് അവളൊരു കുറവാണ്. ആ കുറവുകളോടുകൂടി നിങ്ങൾ അവരെ ഹൃദയത്തോട് ചേർക്കുമ്പം ജീവിതസഖിയാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനേകായിരം അനുഗ്രഹങ്ങൾ വരും. അത് ഉറപ്പായ കാര്യമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ നല്ല വശങ്ങൾ മാത്രം എടുക്കുക, മോശം വശങ്ങൾ കാണുമായിരിക്കും. അത് നിങ്ങൾ എന്തായാലും തൽക്കാലം മറന്നുകളാം കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണ്, ഒരു ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കണമെന്ന് പറയാം. നമ്മളെല്ലാം ഇവിടെ കുറച്ച് നാളേ ഉള്ളൂ. നന്മ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോട് മാത്രം പറയുന്നതാണ്. ഒരുപാട് പെൺകുട്ടികൾ ഹസ്ബൻഡ് ഇല്ലാതെ വന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ച്, അല്ലെങ്കിൽ ആലോചിച്ച് കല്യാണം കഴിച്ച് ഒരു കുഞ്ഞായി കഴിയുമ്പം ചിലപ്പോൾ മദ്യപാനിയായിരിക്കാം, ചിലപ്പോൾ വല്ല പരസ്ത്രീ ബന്ധമുള്ളവനായിരിക്കാം. ഏതെങ്കിലുമൊക്കെ ഒരു മോശ സ്വഭാവമല്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ അങ്ങനെ വേഗം ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ കുഞ്ഞോടുകൂടി ഒരാളെ നമ്മൾ ജീവിതസഖിയാക്കിയാൽ അതിലൊരു തെറ്റുണ്ടെന്ന് ഞാൻ പറയത്തില്ല. തെറ്റുണ്ടോ? ഒരാൾക്കൊരു ജീവിതം, നമ്മുടെ ജന്മം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് വേറൊരാൾക്ക് ഉപകാരപ്പെടുന്നത് എത്രയോ നല്ല പുണ്യപ്രവൃത്തിയാണ്. കൊണ്ട് പറഞ്ഞാൽ പോലെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കണം. ഇപ്പോൾ ബോബൻ, എൻ്റെ മൂത്തവളെ കല്യാണം കഴിച്ചുകൊണ്ട് ബോബൻ്റെ തലയിൽ ആ ഭാരമില്ല. പക്ഷേ രണ്ടാമത്തെ മോള് ബോബനാണ് കല്യാണം കഴിച്ച് അയക്കേണ്ടത്. ബോബനാണ് എന്തായാലും കംപ്ലീറ്റ് ഉത്തരവാദിത്വം. ഞാൻ അത് പറഞ്ഞുകൊണ്ടാണ് ബോബൻ്റെ ജീവിതത്തിൽ വന്നത്. മനസ്സിലായി? ഇപ്പം കണ്ട, ഞങ്ങളുടെ കൂടെ മോള് അബുദാബിയിൽ ഞങ്ങൾ വന്ന് നാട്ടിലിട്ടിട്ട് വന്നില്ല. എന്നാൽ പ്രായപൂർത്തിയായ മോൾ, അവളവിടെ MAക്ക് ചേർന്നത്. അവളെ അവിടെ നിർത്തിയിട്ട് ഇവിടെ വരായിരുന്നു. ഒരു ഹോസ്റ്റലിൽ നിർത്തി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് വരായിരുന്നു. ഞങ്ങൾ എന്താ കൂടെ കൊണ്ടുപോകുന്നത്? എൻ്റെ ബോബൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അത് കൂടുതലും. മോളെ അങ്ങനെ നിർത്തണ്ട, കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു.
ഞാനപ്പോൾ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ബോബന് നല്ലതേ വരാവുള്ളേ, ബോബൻ്റെ മോനും ബോബൻ്റെ കുടുംബത്തിനും എല്ലാ നന്മകളും വരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, എല്ലാ ഐശ്വര്യങ്ങളും വരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സത്യം. ഇപ്പം ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ബോബൻ്റെ മോൻ വന്ന്, തീർച്ചയായിട്ടും വന്നാൽ ഞാൻ 2 കൈ നിർത്തി സ്വീകരിക്കും. ഞാൻ അങ്ങനെ ഒരു സ്ത്രീയേ അല്ല. എനിക്ക് അനാഥത്വത്തിൻ്റെ വിഷമം ഒക്കെ മനസ്സിലാക്കി വന്നൊരു സ്ത്രീയല്ലേ ഞാൻ. അപ്പോൾ എനിക്ക് സ്നേഹത്തിൻ്റെ വിലയറിയാം, ചേർത്ത് വെക്കലിൻ്റെ വിലയറിയാം. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ നിങ്ങളോട് ഇങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കുന്നത്. അല്ലെ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല അല്ലാത്തൊരു സ്ത്രീക്ക്. ഇതൊക്കെ കണ്ടു കേട്ട അനുഭവങ്ങൾ മാത്രമല്ല, എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൂടെ കൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് കേട്ടോ. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇത് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആളുകൾ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചൊരു ഭാര്യയുള്ളൊരു ഒരു കല്യാണം കഴിച്ചൊരു കുട്ടിയുള്ള സ്ത്രീയെ എൻ്റെ മകൻ കല്യാണം കഴിക്കുക അവർ ചിലർ ഓർക്കുമ്പോൾ അറ്റാക്ക് വരും അവർക്ക്. അങ്ങനെ വിചാരിക്കേണ്ട. അത് ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ്. ഒരു പക്ഷേ ആ മകൻ അങ്ങനെ ഒരു സ്ത്രീയെ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നാൽ എന്ത് ചെയ്യും നിങ്ങൾ? അങ്ങനെ മാതാപിതാക്കളാണ് ഇത് സമ്മതിക്കാത്തത്. ഇനി ആണുങ്ങൾ ഇത് സമ്മതിച്ചാലും ചില വീട്ടുകാരും സമ്മതിക്കത്തില്ല. കുടുംബമഹിമ, പാരമ്പര്യം, ഒന്നും അല്ലടാ. നമ്മുടെ മനുഷ്യപ്പറ്റാണ് ഏറ്റവും നല്ല കുടുംബമഹിമ. സ്നേഹം, ദയ, സഹജീവികൾക്ക് നല്ല കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുക, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, ഇതൊക്കെയാണ് കുടുംബമഹിമയായി നമ്മൾ എടുത്തു കാണിക്കേണ്ടത് കേട്ടാ. അപ്പം ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടാ. എല്ലാവർക്കും ഞാനിങ്ങനെ ഇത് പറഞ്ഞത് ശരിയായില്ല സുങ്കുമ്പേ, ഞങ്ങളുടെ മകൻ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയണ്ട, എന്നെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ എൻ്റെ ഒരു ഞാൻ അങ്ങനത്തെ ഒരാളായതുകൊണ്ട് ഞാൻ ഇത്ര ധൈര്യപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യണ്ട കേട്ടോ. ഓക്കേ.